ഗൈസ്, എല്ലാവർക്കും ഈറ്റൻടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഇന്നൊരു ചിക്കൻ പപ്സ് ഉണ്ടാക്കാൻ പോകുകയാണ്. ചിക്കൻ പപ്സ് എന്ന് പറയുമ്പോൾ UK ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും പപ്സൊക്കെ എങ്ങനെ ഉണ്ടാക്കും, അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് പപ്സ് ഉണ്ടാക്കി തന്നു നമുക്ക്. അപ്പോഴും ഞങ്ങളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. പിന്നീടാണ് നോക്കിയപ്പോൾ ഈ പപ്സ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ഇന്ന് നമ്മൾ പപ്സ് ഉണ്ടാക്കാൻ പോവാണ്. ആ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പപ്സ് ഉണ്ടാക്കാൻ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ പപ്സ് ആയതുകൊണ്ട് നമുക്ക് മുട്ടയിലും വയ്ക്കാം. പിന്നെ ഒരു സവാള, മാഗി ക്യൂബ്സ്, മല്ലിയില, പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ പഫ് പേസ്ട്രി ഷീറ്റ്. ഇത് ഞങ്ങൾ സെയിൻസ്ബറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമ്മളെടുത്ത മാഗി ക്യൂബ് നമ്മളിവിടെ വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാഗി ക്യൂബ് നേരെ ചിക്കനിലോട്ട് ആഡ് ചെയ്യാം. ചിക്കനിലോട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാഗി ക്യൂബിൻ്റെ മസാല നേരെ ചിക്കനിലോട്ട് എടുത്ത് ഒഴിച്ചിട്ട് ചിക്കന് നല്ലതുപോലെ കുഴച്ച് വയ്ക്കാം. മസാല ആഡ് ചെയ്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്ര ആഡ് ചെയ്യണമെന്നുള്ളത്. ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ ചിക്കൻ ഇവിടെ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ ചട്ടിയിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചട്ടി ഞങ്ങൾ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കടുക് ആദ്യം ഒന്ന് താളിക്കാം. കടുക് താളിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ ചട്ടിയിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ എയർ ഫ്രയറിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എയർ ഫ്രയറിൽ ഒരു 10 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഉള്ളിയിലോട്ട് ശകലം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കുറച്ചൊന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഗരം മസാല ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാഗി ക്യൂബില്ലേ, മാഗി ക്യൂബിൻ്റെ മസാല നമുക്ക് ചെറുതായി കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ചിക്കനെ നമുക്കിനി ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സ്റ്റഫിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല കുനുകുനാന്ന് അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞ ചിക്കനെ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റഫിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റഫ് റെഡിയായി. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച പഫ് പാസ്ട്രി. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാസ്ട്രി നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്യാം. 4ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റഫ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ പപ്സൊക്കെ റെഡിയായി. കണ്ടില്ല, വേറെ ഒരു വ്യത്യാസമില്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പപ്സ് പോലെ തന്നെ ഉണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ചൂടുണ്ട്. ചൂട്. ഇത് നമ്മളാ മാഗി ക്യൂബ് ഇട്ടില്ലേ, അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇതിൽ. പിന്നെ പപ്സ് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, അടിപൊളി പപ്സ്. പിന്നെ നമ്മൾ പപ്സിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ജസ്റ്റ് ഫ്രിഡ്ജിലിരുന്ന ചോക്ലേറ്റും ഐസ്ക്രീമും പാലിട്ടൊരു ഷേക്കും കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പപ്സ് നിങ്ങളും ചെയ്തു നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ അതുവരേക്ക് ബൈ.